ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഷോട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ തമ്പനെയിൽ ഉണ്ടാക്കാനാണ്. അതായത് കട്ടൗട്ട് ഫോട്ടോ എഡിറ്റിംഗ് ആണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ യൂട്യൂബിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കട്ടൗട്ട് ചെയ്തിട്ട് ഫോട്ടോ നമ്മൾ ക്ലിക്കബിളാണ്, നമുക്ക് തമ്പനെയിൽ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ട നോക്കിയാലോ. ആദ്യം നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ആക്കും. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ആക്കുന്നതിന് ആ പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് ഫോട്ടോൻ്റെ അവിടെ ബ്ലാങ്ക് പേജ് എടുത്തിട്ട് നമ്മൾ ക്യാൻവാസ് 16:9, അതാണ് നമ്മൾ യൂട്യൂബ് ലോങ് വീഡിയോയുടെ ഇത് റേഷ്യോ പറയുന്നത്. അപ്പോൾ അതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതാ അവിടെ കുറേ കളറുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവിടെ കണ്ടോ സ്റ്റിക്കർ, ആ സ്റ്റിക്കർ ഞെക്കിയതിന് ശേഷം നമ്മളവിടെ ഗാലറീൻ്റെ പോലത്തെ ഒരു സാധനം കണ്ടോ, അപ്പോൾ അത് ഞെക്കിയിട്ട് ആ പ്ലസ് ഐക്കൺ അതിൻ്റെ ഇപ്പുറം കട്ടൗട്ട്, ആ കട്ടൗട്ട് ഞെക്കുമ്പോൾ നമ്മുടെ ഗാലറിയിൽ നമ്മളൊരു ഫോൾഡറിൽ നമ്മൾ ഫോട്ടോസൊക്കെ ആക്കി വെക്കണം. അത് ആ ഫോൾഡർ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ, അതായത് ഞാനിപ്പോൾ ഒരു ഗൂഗിൾ ജെമിനി എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അതിൽ ചെയ്ത എഡിറ്റിംഗ് തന്നെ നമുക്ക് തമ്പനെയിൽ കൊടുക്കാം. അപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ആക്കിയ ശേഷം നമുക്ക് ആ ടിക്ക് കണ്ടോ, ആ ടിക്ക് ഞെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും മായ്ച്ചാലാണെങ്കിൽ റബ്ബറൊക്കെ മായ്ച്ചാലാം. ആ ടിക്ക് ഞെക്കിയതിന് ശേഷം ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ബോർഡർ വരച്ച് കൊടുക്കാം. നമ്മൾ ഈ ഫസ്റ്റ് എത്തിയാണ് ചെയ്യുന്നത്. അത് കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ട്, നമുക്ക് കുറച്ചിട്ടൊക്കെ വെച്ചിട്ട് ഇതാവും. ഇനി നമുക്ക് വീണ്ടും ഫോട്ടോ ആണെങ്കിൽ വീണ്ടും കട്ടൗട്ടിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഞെക്കിയിട്ട് അടുത്ത ഫോട്ടോ സെലക്ട് ആയ ശേഷം നമുക്ക് ഇതിൽ കുറച്ച് മായ്ച്ചാളയാനുണ്ട്. അപ്പോൾ റബ്ബർ എടുത്തിട്ട് ആ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മായ്ച്ചാളിന് ശേഷം ആ ടിക്ക് മാർക്ക് ഞെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബോർഡർ വൈറ്റ് ചെറുങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. നമുക്കിങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ആ കട്ടൗട്ടിൻ്റെ ഞെക്കിയിട്ട് അടുത്ത ഫോട്ടോ സെലക്ട് ആക്കിയ ശേഷം ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്യാം. ഞാൻ ഓൾറെഡി കുറേ എണ്ണം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ സെലക്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഗൂഗിൾ ജെമിനിയിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോ അതായതുകൊണ്ട് ഞാൻ കുറച്ചധികം ഫോട്ടോ ഇതിൽ തമ്പനെയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 3-4 കൊടുക്കാം. നിങ്ങളിപ്പോൾ ഏതാ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തമ്പനെയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ അത് ഇതുപോലെ കട്ടൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിക്കബിൾ ആയിരിക്കും തമ്പനെയിൽ. എപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നും. ഞാൻ ചെയ്യുന്ന വീഡിയോ ഗൂഗിൾ ജെമിനി എഡിറ്റിങ്ങിൻ്റെ ആയതുകൊണ്ട് ഞാൻ ഗൂഗിൾ ജെമിനിയിൽ എഡിറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസും ഞാൻ തമ്പനെയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം ഇല്ല, നല്ല മനോഹരമായിട്ടുള്ള കുറച്ചെണ്ണം കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം കട്ടൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഫോട്ടോ ബോർഡർ കൊടുത്തിട്ടില്ല വൈറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫോട്ടോ ബോർഡർ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫോട്ടോൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ എഡിറ്റിൻ്റെ ഇത് സൈൻ ഞെക്കിയാൽ നമ്മൾ ആ ആൾ രൂപത്തിൻ്റെ അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ബോർഡർ കൊടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അത് എടുത്തിട്ട് ബോർഡർ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പം കുറച്ചെണ്ണം ചെറുതാക്കിയിട്ടും കുറച്ചെണ്ണം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വലുതാക്കിയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കിയിട്ട് വലുതാക്കിയിട്ടും ഒക്കെ വെക്കാം. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തമ്പനെയിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ തമ്പനെയിൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നമ്മളിങ്ങനെ കട്ടൗട്ട് ഫോട്ടോ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ തോന്നും. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പലരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ടൗട്ട് ചെയ്തിട്ട് തമ്പനെയിൽ സെറ്റാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് അല്ല, ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും. എൻ്റെ വീഡിയോ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഫോട്ടോ വെച്ചത്. നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റൊരു ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും 2-3 ഫോട്ടോ ഉണ്ടെങ്കിൽ അതും സൈഡിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ആ ടെക്സ്റ്റ് ചെയ്യാം. താഴെയുള്ള ടീൻ്റെ ടെക്സ്റ്റ് ഞെക്കിയിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗൂഗിൾ ജെമിനി എഡിറ്റിങ്ങിനാണ് അവിടെ ടൈപ്പാക്കി കൊടുക്കുന്നത്. നമുക്ക് കളർ മാറ്റാം. ആ എഡിറ്റ് ഞെക്കിയതിന് ശേഷം നമുക്ക് അവിടെ കളറുണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിങ്ങനെ കളർ ഇങ്ങനെ കൊടുക്കുന്ന താഴെ കുറേ ഓപ്ഷൻസ് അങ്ങനെ ചെയ്യാം. ഇനി ഇതാണ് നമുക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്, നമുക്കത് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി ഇതുപോലെ അടുത്ത് ഞെക്കിയാൽ നമുക്ക് ബോൾഡ് ആക്കാം, അണ്ടർലൈൻ ഇടാം, ചെരിച്ചെഴുതാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ വൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബോൾഡാക്കി കൊടുക്കാം, കപ്പാസിറ്റി ഒക്കെ കൂട്ടി കൊടുക്കാം, അങ്ങനത്തെ കുറേ എഡിറ്റിംഗ് ഉണ്ട്. അത് അവിടെ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് ആണ് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ടെക്സ്റ്റിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വൈറ്റ് വെച്ചു. ഇനി നമുക്ക് എന്തെങ്കിലും ഫോട്ടോ ഗാലറിയിൽ നിന്ന് എടുക്കണമെങ്കിൽ PIP അത് ഞെക്കിക്കഴിഞ്ഞു. ഞാൻ ഓൾറെഡി ജെമിനിയുടെ ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത ജെമിനി നമുക്ക് കളയാം. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ജെമിനി നമുക്ക് PIP ആട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ തമ്പനെയിൽ എന്തെങ്കിലും ഫോട്ടോ ആഡ് ആക്കാനുണ്ടെങ്കിൽ, അതായത് കട്ടൗട്ട് പോലെ ആഡ് ആക്കാനുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഗൂഗിളിൽ പോയി JPG ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ച ശേഷം ആ ജെമിനി എടുത്തിട്ട് നമുക്ക് ആ നടുക്ക് അതുപോലെ വെക്കാം. അപ്പോൾ നമുക്കിങ്ങനെ നല്ല രസമുണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. ജെമിനിയുടെ ആ ഒരു ലോഗോ ആകുമ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നടുക്കാക്കിയിട്ട് അത് വെച്ചിട്ട് ബാക്കി ഫോട്ടോ ഗൂഗിൾ എഡിറ്റിങ് അപ്പർ ഇപ്പറാക്കി കൊടുക്കാം. അങ്ങനെ അതും നമ്മൾ സെലക്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും എഴുതാം. നമുക്ക് പെട്ടെന്ന് നമ്മൾ തമ്പനെയിൽ കാണുമ്പോൾ മലയാളത്തിലാകുമ്പോൾ
ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം, ഈസി ആയി ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ വീഡിയോ എന്താണോ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഈസി ആയി ചെയ്യാം. അപ്പോൾ ഞാനത് വേറൊരു കളർ കൊടുക്കുക, മഞ്ഞ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കാം മഞ്ഞ, അങ്ങനെ കട്ടി കളറൊക്കെ കൊടുക്കുമ്പോൾ ബോൾഡായിട്ട് നിൽക്കും. അപ്പോൾ ഈസി ആയി ചെയ്യാം. അങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇനി എന്ത് വേണമെങ്കിൽ എഴുതാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചെറുതായിട്ട് കുറേ ടെക്സ്റ്റ് എഴുതാം, സൈഡിൽ വെക്കാം, അവിടെ മുകളിൽ വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സിമ്പിളായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കട്ടൗട്ട് ഇമേജ് എങ്ങനെ കാണിക്കാമെന്നാണ്. അതിപ്പം ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്റ്റിക്കർ എന്തെങ്കിലും വേണമെങ്കിൽ അതുപോലെ സ്റ്റിക്കർ നോക്കിയിട്ട് അത് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിപ്പോൾ ഇൻഷോട്ട് എന്നുള്ളൊരു സംഭവം, ഒരു സൈൻ ഉണ്ട് അവിടെ, അത് കളയണമെങ്കിൽ നമ്മളത് ഞെക്കിയതിന് ശേഷം ഫ്രീ റിമൂവ് ഞെക്കണം. അപ്പം നമ്മളെന്താ ആഡ് കാണണം ഫ്രീ ആയിട്ട്. അപ്പോൾ അത് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് ആക്കാൻ വേണ്ടി എക്സ്പോർട്ട് ഞെക്കിയതിന് ശേഷം ഞാനവിടെ റെസൊല്യൂഷൻ 1080p ഫ്രെയിം റേറ്റ് 60 FPS ആണ് കൊടുക്കുന്നത്. അതും കൊടുത്തിട്ട് എക്സ്പോർട്ട് ഞെക്കിയാൽ നമ്മുടെ ഗാലറിയിലേക്ക് ഒരു ആഡ് ഉണ്ടാവും. അതും കൂടി കണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് സംഭവം വന്നിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ബൈ.